പൾസ് ഡിസ്പേർഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഇൻഫർമേഷൻ സിഗ്നൽസ് ഇനീഷ്യലി കോഡ് ചെയ്യും. കോഡ് ചെയ്തതിന് ശേഷം പൾസസിൻ്റെ ഫോമിലാണ് നമ്മൾ ലാർജ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആയിരിക്കും. യൂഷ്വലി നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവിങ് എൻഡിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മളുടെ സാധാരണ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ലാർജ് ഡിസ്റ്റൻസിലേക്ക് സേഫായിട്ട് കമ്പാരിറ്റീവ്ലി സേഫായിട്ട് നമുക്ക് ഇൻഫർമേഷൻ സിഗ്നൽസിൻ്റെ ലൈറ്റ് സിഗ്നലിൻ്റെ ഫോമിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ലാർജ് ഡിസ്റ്റൻസിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്രോഡനിങ് ഓഫ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് സിഗ്നലിൽ ബ്രോഡനിങ് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ടൈമിനനുസരിച്ചിട്ട് നമ്മളുടെ ഇൻപുട്ട് സിഗ്നലിന് ഒരു ഡിസ്പേർഷൻ അഥവാ ബ്രോഡനിങ് കാണപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പൾസ് ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. പൾസ് ഡിസ്പേർഷൻ, ദ ഫിനോമിന ഓഫ് ബ്രോഡനിങ് ദ ലൈറ്റ് പൾസ് ഇൻ ടൈം വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ലൈറ്റ് പൾസ് ഈസ് നോൺ ആസ് പൾസ് ഡിസ്പേർഷൻ. ലൈറ്റ് പൾസിലുണ്ടാകുന്ന വൈഡനിങ് അല്ലെങ്കിൽ ബ്രോഡനിങ് ഇതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്പേർഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രോഡനിങ് എന്ന് പറയുന്ന ഫിനോമിന സാധാരണ കാണപ്പെടുന്നുണ്ട്. ഈ ബ്രോഡനിങ്ങിൽ തന്നെ നമുക്ക് മെയിൻലി 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻ്റർ മോഡൽ ഡിസ്പേർഷൻ ഉണ്ട്, ഇൻട്രാ മോഡൽ ഡിസ്പേർഷൻ ഉണ്ട്, വേവ് ഗൈഡ് ഡിസ്പേർഷൻ ഉണ്ട്. ഇൻ്റർ മോഡൽ ഡിസ്പേർഷൻ, ഇൻട്രാ മോഡൽ ഡിസ്പേർഷൻ, അതേപോലെ തന്നെ വേവ് ഗൈഡ് ഡിസ്പേർഷനും ഉണ്ട്. ഇൻ്റർ മോഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സിഗ്നലിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ്സ് ഉണ്ടാകും. ഈ ഡിഫറെൻറ്റ് വേവ് ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ഡിഫറെൻറ്റ് വേവ്സും ഡിഫറെൻറ്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കില്ല, ഒരു ബ്രോഡനിങ് ഇഫക്റ്റ് കാണപ്പെടാറുണ്ട്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ബ്രോഡനിങ് ആണ് ഇൻ്റർ മോഡൽ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. ഇൻ്റർ മോഡൽ ഡിസ്പേർഷൻ എന്ന് വിളിക്കും. അതായത് ലൈറ്റിനെ ബ്രോഡനിങ് ഇഫക്റ്റ് കാണപ്പെടുന്നുണ്ട്. അതാണ് ഇൻ്റർ മോഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ വേറൊരു ടൈപ്പാണ് ഇൻട്രാ മോഡൽ ഡിസ്പേർഷൻ. ഇൻട്രാ മോഡൽ ഡിസ്പേർഷന് കാരണം ഒരു പർട്ടിക്കുലർ ലൈറ്റിന് തന്നെ വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഉണ്ട്. ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കും നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ട്രാവൽ ചെയ്യുക. യൂഷ്വലി ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളത് വളരെ സ്ലോ ആയിരിക്കും. വേവ് ലെങ്ത് കൂടുതലുള്ളതായിരിക്കും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. സോ വേവ് ലെങ്ത് വെലോസിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. സോ അങ്ങനെ ഉണ്ടാകുന്ന ഡിസ്പേർഷനാണ് ഇൻട്രാ മോഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇൻ്റർ മോഡലും പറഞ്ഞു, ഇൻട്രാ മോഡൽ ഡിസ്പേർഷനും പറഞ്ഞു. ഇനി മൂന്നാമത്തതാണ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത്ത് മാറുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലും മാറ്റം കാണപ്പെടും. ഇത് കാരണം എന്ത് സംഭവിക്കും? ഒരു ഡിസ്പേർഷൻ കാണപ്പെടുന്നുണ്ട്. ഇതിനാണ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ ചേഞ്ച് കാരണം പൾസ് ബ്രോഡനിങ് ഉണ്ടാകുന്നുണ്ട്. ഇതിനെയാണ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. ഒരു കേബിളിൻ്റെ ന്യൂമറിക്കൽ അപ്പാർച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഡിസ്പേർഷനും സാധാരണ കൂടുതൽ കാണപ്പെടും. സോ നമ്മൾ യൂഷ്വലി ഇതൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അത് വളരെ കോസ്റ്റ്ലി ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ നമുക്ക് സെൻസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത് സെൻസറായിട്ട് യൂസ് ചെയ്യും. അതിനെ നമ്മൾ ഫൈബർ സെൻസർ എന്ന് വിളിക്കാറുണ്ട്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസും സെൻസ് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ് പ്രഷർ, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, റൊട്ടേഷൻ, സ്ട്രെയിൻ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പാരാമീറ്റേഴ്സ്. ഇങ്ങനെയുള്ള എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റീസായ പ്രഷർ, ടെമ്പറേച്ചർ, കറണ്ട്, സ്ട്രെയിന്, ഇതുപോലുള്ള എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ തന്നെ സെൻസിങ് മെത്തേഡ് ബേസ് ചെയ്തിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്ട്രൻസിക്കും ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രൻസിക്കും ഉണ്ട്. എക്സ്ട്രൻസിക് സെൻസേഴ്സും ഉണ്ട്, ഇൻട്രൻസിക് സെൻസേഴ്സും ഉണ്ട്. എക്സ്ട്രിൻസിക് സെൻസറിൻ്റെ കേസിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വെറും ഒരു ട്രാൻസ്മിറ്ററായിട്ട് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. കാര്യമായിട്ട് കൂടുതലൊന്നും ആ ഡിവൈസ് ചെയ്യുന്നില്ല.
നമ്മുടെ എക്സ്ട്രൻസിക് ഫീച്ചറിൽ സെൻസറിൻ്റെ കേസിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ട്രാൻസ്മിറ്റർ, സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡിവൈസ് നമുക്ക്, അതായത് ഇപ്പം ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിറ്റക്ടറാണ് നമ്മൾ ലിക്വിഡ് ലെവൽ സെൻസറായിട്ട് ഉപയോഗിക്കുന്നത്. പെട്രോൾ പമ്പിലൊക്കെ പെട്രോളിൻ്റെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂഷ്വലി ഇതാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ എൻഡിൽ ഒരു പ്രിസം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പ്രിസത്തിൻ്റെ രണ്ട് എൻഡിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ഒരു LED സോഴ്സിൽ നിന്ന് നമ്മൾ ലൈറ്റിനെ ഈ പ്രിസത്തിലേക്ക് സെൻഡ് ചെയ്യും. അത് അപ്പുറത്തെ എൻഡിലൂടെ ഡിറ്റക്ടർ ഉപയോഗിച്ച് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് യൂഷ്വലി ലൈറ്റ് മാത്രം ഈ ഗ്ലാസ്സിലൂടെ പാസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് അപ്പുറത്തെ എൻഡിൽ നമുക്ക് ഡിറ്റക്ടർ ലൈറ്റ് കിട്ടുന്നത്. ഈ പ്രിസം നമ്മൾ ഈ ലിക്വിഡിൻ്റെ ലെവലിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ, പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ പെട്രോളിനെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ പിന്നെ ക്രിട്ടിക്കൽ ആംഗിളിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ട് ഡിറ്റക്ടറിൽ ലൈറ്റ് എത്തൂല. അതപ്പോൾ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് ലിക്വിഡിൻ്റെ ലെവൽ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എക്സ്ട്രൻസിക് സെൻസേഴ്സാണ്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സിൻ്റെ എക്സ്ട്രൻസിക് സെൻസറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രിസവും ഡിറ്റക്ടറും LED ലൈറ്റാണ് മെയിനായിട്ട് കോമ്പോണൻസ്. ട്രാൻസ്മിറ്ററായിട്ട് മാത്രമാണ് ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ വേറൊരു ടൈപ്പാണ് ഇൻട്രൻസിക് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇൻട്രൻസിക് സെൻസേഴ്സ് എന്ന് പറയുന്നത് സർട്ടൻ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർട്ടൻ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൻസിക് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, പോളറൈസേഷൻ, ഫേസ് ചേഞ്ച്, ഇതുപോലുള്ള ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഒക്കെ ഇൻട്രൻസിക് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒപ്റ്റിക്കൽ ഫൈബർ തെർമോമീറ്റർ എന്ന് പറയുന്ന ഇൻട്രൻസിക് സെൻസറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് ഈ സെൻസർ ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും, ഹീറ്റ് സെൻസ് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൻസിക് സെൻസറിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒരു LED ലൈറ്റിൽ നിന്ന് ലൈറ്റ് സോഴ്സ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ സെൻഡ് ചെയ്യും. എന്നിട്ട് ഹീറ്റ് സെൻസ് ചെയ്തിട്ട് ഫോട്ടോ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഹീറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏകദേശം 80 മുതൽ 700 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ഇത് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സ് ഓവർ കൺവെൻഷണൽ സെൻസേഴ്സ്. എന്താണ് OFC കേബിൾ സെൻസറിൻ്റെ പ്രത്യേകത? ഫസ്റ്റ് വൺ, ഒപ്റ്റിക്കൽ ഫൈബർ സെൻസർ ഹാവ് ലോ കോസ്റ്റ് ആൻഡ് സ്മോൾ ഇൻ സൈസ്. വളരെ ചെറിയ സൈസുമാണ്, വളരെ ലെസ് കോസ്റ്റ്ലി ആണ്. സെക്കൻഡ് വൺ, മോർ ആക്യുറേറ്റ്, വളരെ ആക്യുറസി ഉള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസർ. തേർഡ് വൺ, ഗ്രേറ്റ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് മോർ റിലയബിൾ, വളരെ ഫ്ലെക്സിബിളും ആണ്, നമുക്ക് കുറേ വിശ്വസ്തതുമാണ്, റിലയബിളാണ്. ഫോർത്ത് വൺ, ദേ ആർ ഇമ്മ്യൂൺ ടു എക്സ്റ്റേണൽ ഇൻ്റർഫറൻസസ്. എക്സ്റ്റേണൽ ഇഫക്റ്റ് ഒന്നും ഇതിൽ സാധാരണ കാണപ്പെടാറില്ല, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം ഇതിലുണ്ടാകുന്ന ചേഞ്ച് യൂഷ്വലി നെഗ്ലക്റ്റ്